എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വെങ്കടേശ്വര റെഡ്ഡി. പുനർജന ആയുർവേദത്തിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരും ആരോഗ്യം ഒരു വരമെന്ന് പറയും. എന്നാൽ ഞാൻ ആയുർവേദം ഒരു വരമെന്ന് പറയും. ക്യാൻസർ രോഗ ചികിത്സയിൽ പുനർജൻ ആയുർവേദം 10 വർഷമായിട്ടുള്ള അനുഭവങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഇതിനുള്ളിൽ ക്യാൻസർ ചികിത്സ കൊടുത്ത് നല്ല ഫലങ്ങൾ നൽകി വരുന്നു. പുനർജൻ ആയുർവേദ മരുന്നുകൊണ്ട് വീര്യമുള്ള ആപത്തായ ക്യാൻസർ രോഗത്തിൽ നിന്ന് മോചനം തരുമെന്ന വിശ്വാസം ഈ നാട്ടിലുണ്ട്. ഇപ്പോഴുള്ള രോഗങ്ങളിൽ ക്യാൻസർ രോഗം വളരെ ആപത്ത് പിടിച്ചതാണ്. ഈ രോഗത്തിനെക്കുറിച്ച് പല വർഷങ്ങളായി പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും എന്തെന്നാൽ രോഗം വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല. രോഗം വലുതാവും തോറും ചികിത്സാ രീതികളും പലതരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിലും സക്സസ് റേറ്റ് എത്രയാന്ന് വെച്ചാൽ അതും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ആയുർവേദ വൈദ്യത്തിൽ മാത്രം ക്യാൻസർ രോഗത്തിന് തീർപ്പ് കൽപ്പിക്കുന്ന ചികിത്സ ഇന്ന് ലഭിക്കുന്നു. രോഗപ്രതിരോധ ചികിത്സയ്ക്ക് അടിസ്ഥാനമായ രസായന ചികിത്സ മൂലം ക്യാൻസർ രോഗത്തിന് മുഴുവനായിട്ട് പരിഹാരം നൽകുന്നു നമ്മുടെ പുനർജൻ ആയുർവേദ. ഈ വീഡിയോയിൽ വായ് ക്യാൻസർ സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും അറിയാം. എല്ലാ തരത്തിലുള്ള ക്യാൻസറിൽ നിന്നും വായിലെ ക്യാൻസർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോഫാരിങ്സ് ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസർ രോഗത്തിനെ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ മൗത്ത് ക്യാൻസർ എന്ന് പറയും. മറ്റ് ക്യാൻസർ രോഗത്തിനെ അപേക്ഷിച്ച് മൗത്ത് ക്യാൻസർ കുറച്ച് വേഗത്തിൽ പടർന്നു വരുന്നുണ്ട്. ഓറൽ ക്യാവിറ്റി എന്നാൽ വായുടെ ഉൾഭാഗത്തുള്ള ഭാഗമാണ്. ഓറോഫാരിങ്സ് എന്നാൽ തൊണ്ടയുടെ പിൻഭാഗമാണ്. നാസോഫാറിങ്സ് എന്നാൽ മൂക്കിന്റെ പിൻഭാഗത്തുള്ള ഭാഗം. മൗത്ത് ക്യാൻസറിൽ പൊതുവായിട്ട് ചുണ്ടുകൾ, പിന്നെ പല്ലുകൾ, മോണകൾ, കവിളുകളുടെ ഉൾഭാഗങ്ങൾ, നാക്കിന്റെ കീഴ്ഭാഗങ്ങൾ, വായിന്റെ അടിഭാഗത്തും കൂടാതെ മേൽഭാഗത്തും, പിന്നെ ഉള്ളത് തൊണ്ടഭാഗത്ത് ടോൺസിൽസ്. മൂക്കിന്റെ പിൻഭാഗം എന്നാൽ നാസോഫാറിങ്സ്. അതിലും ഈ രോഗം വരാം. ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൗത്ത് ക്യാൻസറിനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ആദ്യം വെള്ളപ്പാടുകൾ വായുടെ മേലിലും ഉള്ളിലായും കാണപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് വായ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷേ ഈ വെള്ളപ്പാടുകൾ ചുവപ്പ് നിറമാവാനും അല്ലെങ്കിൽ ഇത് വെള്ള നിറത്തിൽ തന്നെ കാണാനും സാധ്യതയുണ്ട്. കുരുക്കളുള്ള ഭാഗങ്ങളിൽ മാലിക്കുലേറ്റ് കനാൽ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകൾ വളർന്നു വരും. അതുപോലുള്ള സമയങ്ങളിൽ വായ്ക്കുള്ളിലും ചുണ്ടിലും കുമിളകൾ കാണും. വായിൽ നിന്ന് രക്തം വരും. ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണും. വായ് ക്യാൻസർ വന്നവർക്ക് പല്ലുകളിൽ വേദന, കഴിക്കുമ്പോൾ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. വേദന അനുഭവിക്കുന്നതാണ് പ്രധാന ലക്ഷണം. വായ് ക്യാൻസർ വന്നുകഴിഞ്ഞാൽ പൊതുവായിട്ട് സംസാരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ടും ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഉടനെ ഡോക്ടറെ സമീപിക്കണം. ഇതിന് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനകളും നടത്തണം. ബയോപ്സിക്ക് ശേഷം എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, എൻഡോസ്കോപ്പി ചെയ്യുന്നത് മൂലം വായിലുള്ള ക്യാൻസർ സെല്ലുകൾ താടിയെല്ലിനും തൊണ്ടയുടെ ഭാഗത്തായിട്ടും ഉമിനീരിലും പടരാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പടർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അലോപ്പതിയിൽ മാത്രമല്ല, ആയുർവേദത്തിൽ കൂടി വായ് ക്യാൻസറിന് കൃത്യമായ ചികിത്സാരീതികളുണ്ടെന്ന് എല്ലാ വിദഗ്ധ ഡോക്ടർമാരും പഠനങ്ങൾ നടത്തി പ്രകൃതിയായി സൃഷ്ടിക്കപ്പെട്ട രസായന ചികിത്സ മൂലം ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ പറ്റും. എല്ലാവിധ ക്യാൻസർ രോഗത്തിനും ഒരേപോലുള്ള ചികിത്സകൾ നൽകി വരുന്നു എന്നത് മാത്രം നിങ്ങൾ മനസ്സിലോർക്കണം. എന്നാൽ ചികിത്സയ്ക്ക് ശേഷം ഓരോ ചികിത്സാ രീതിക്കും ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. എടുത്തു പറയാനായിട്ട് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ചെയ്തവർക്ക് സൈഡ് എഫക്ട്സ് അധികമായി കണ്ടുവരുന്നു. എന്നാൽ ആയുർവേദ രസായന ചികിത്സയിൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നതേയല്ല. പുനർജൻ ആയുർവേദം രസായന ചികിത്സ മൂലം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത മോചനം നൽകാനായി ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. പുനർജൻ ആയുർവേദം ഏത് സ്ഥിതിയിലാണെന്നാൽ നിരന്തര മോചനം ലക്ഷ്യം വെച്ചുകൊണ്ട് വേരിൽ നിന്ന് ചികിത്സ നൽകുന്നുണ്ട്. അതാണ് പുനർജൻ ആയുർവേദത്തിന്റെ പ്രത്യേകത. ഇതാണ് വായ് ക്യാൻസറിനുള്ള മുഖ്യ വിവരങ്ങൾ.